അസ്സലാമലൈക്കും. മുസിബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നി. ഈസി റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. മാത്രമല്ല ഇതിന് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ പാകത്തിന് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഉഴുന്ന് കുറച്ചാണ് എടുക്കുക. ഈ ചട്നിക്ക് കുറച്ച് കൂടുതൽ അളവിൽ തന്നെ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കുന്നുണ്ട്. ഉഴുന്നൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ചട്നിയുടെ സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്നത്. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അടുത്തതായിട്ട് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ടൊരു ചെറിയ പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു ഉള്ളിയുടെ ഒരു 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാതി മതിയാകും. ഇതൊരു മീഡിയം സൈസ് ഉള്ളിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു 3/4 ഭാഗം എടുത്തിട്ടുള്ളത്. ഉള്ളി അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ഇത് അടപ്പ് തുറക്കുന്ന സമയത്ത് അത്യാവശ്യം ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വാളംപുളിയാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു ചെറുനാരങ്ങയുടെ പാതി വലുപ്പത്തിന് അത്രയും പിടി പുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇപ്പം അത്യാവശ്യം എല്ലാതും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയത്തേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചട്നിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കുക. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിന് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ടൈറ്റാണ്. ആ സമയത്ത് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല ടൈറ്റാണ്. ഇനിയും വേണമെങ്കിൽ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഈ ചട്നി എടുക്കുന്നത്, അതുകൊണ്ട് ഇനിയും വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ചട്നി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ഒന്നായി വരുന്ന സമയത്ത് നമ്മുടെ അരപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നിയുടെ റെസിപ്പി. വളരെ ഈസിയാണ്. നമ്മുടെ അരപ്പ് ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയൊരു കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കടുകെല്ലാം പൊട്ടിച്ചിട്ട് നേരിട്ട് അരപ്പിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. എല്ലാവരും റെഡിയാക്കി നോക്കുക. താങ്ക് യു.